യാത്രകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഈ പല നാട്ടുവഴക്കങ്ങളിലൂടെയും ഉള്ള ഒരു വലിയൊരു യാത്രയായിരുന്നല്ലോ, ദേശാന്തരങ്ങളിലൂടെയുള്ള യാത്ര എന്നൊക്കെ പറയും. അപ്പോൾ അത്തരം യാത്രകളിൽ ദേശാന്തരമായ ഒരുപാട് വ്യത്യാസങ്ങൾ ഈ ഭാഷയിലും പാട്ടിലും ഒക്കെ ഉണ്ടാകാറുണ്ടല്ലോ. അപ്പം ചേട്ടൻ്റെ ഈ യാത്രകൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു സംസ്കാരത്തിൻ്റെ പാട്ട് ഏതാണ്, ആ ഒരു നാട്ടുവഴക്കം ഏതാണ് എന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ? അല്ല, നമുക്കിപ്പോൾ നമ്മുടെ തന്നെ കേരളത്തിൽ തന്നെ നമ്മൾക്ക് നമ്മുടെ ഓരോ ജില്ലയും വ്യത്യാസം. കുട്ടനാടിൻ്റെ ഒരു പാരമ്പര്യം കുറച്ച് വ്യത്യാസം വരുന്നു. പത്തനംതിട്ടയിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ അവിടുത്തെ പടയണിയുടെ ഒരു പടയണി കുട്ടനാട് എന്ന് പറഞ്ഞാൽ കടലും പരപ്പും നെൽപ്പാടങ്ങളിലായി നിറഞ്ഞ പ്രദേശമാണല്ലോ. അതിൻ്റെ ഒരു 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 സ്വഭാവം അതിനുണ്ട്. അതായത് ഈ പ്രതല വ്യത്യാസത്തിനനുസരിച്ച് പാട്ടിലും വ്യത്യാസങ്ങൾ പത്തനംതിട്ടയിലേക്ക് വരുമ്പോൾ പാറക്കുന്നുകളും ഏറ്ററക്കങ്ങളുടെയും വിചിത്രമായ ഒരു സ്ഥാനത്തിലേക്ക് അതിന്റെ സ്വഭാവം മാറുന്നത് മനസ്സിലായോ. ആ തൃശ്ശൂരേക്ക് മാറുമ്പോൾ അതിന്റെ വേറൊരു സംവിധാനത്തിലേക്ക് മാറും. ഇടുക്കിയിലേക്ക് വരുമ്പോഴത്തേക്ക് അതിന്റെ ഒരു സംവിധാനങ്ങൾ മാറും. പിന്നെ അങ്ങനെ ഭൂപ്രദേശത്തിന്റെ തൃശ്ശൂർ വരുമ്പോഴത്തേക്ക് പാട്ടിന്റെ തന്നെ പാരമ്പര്യവും വേറെ സ്റ്റൈലിലേക്ക് മാറും. ഇപ്പം ട്രൈബൽ സംവിധാനത്തിന് മാറും. മലകളിലേക്ക് വരുമ്പോഴത്തേക്കും മാറും. ആദിവാസി സംഗീതത്തിന്റെ ഒരു സ്വഭാവം മാറുകയാണ് ചെയ്യുന്നത്. കാടിന്റെ രൗദ്ര സ്വഭാവം, അവിടുത്തെ മൃഗങ്ങള്, അവിടുത്തെ കുന്നുകള്, അവിടുത്തെ പുഴ, ഇതെല്ലാം കൂടെ ചേർന്ന ജീവിത സാഹചര്യങ്ങളുമായിട്ട് പാട്ടിന്റെ ഗതി മാറും. നമ്മുടെ ഇവിടുത്തെ താളമല്ല അവർ കാട്ടിൽ ഉപയോഗിക്കുന്ന താളം. കാട്ടിലെ താളം എന്ന് പറഞ്ഞാൽ അത് മൃഗങ്ങളെയും കൂടെ ഭയപ്പെടുത്തിയും അവരെയും കൂടെ ഒരു ബാലൻസ് ചെയ്യുന്ന തരത്തിലുള്ള താളക്രമങ്ങളാണ് അവർ ചെയ്തേക്കുന്നത്. എന്നുവെച്ചാൽ മൃഗത്തിന് അപ്രാപ്യമായ ഭയം ഉണ്ടാക്കുന്ന എന്തോ ഒരു എന്നുവെച്ചാൽ മനുഷ്യർക്ക് അവിടെ ജീവിക്കണമല്ലോ. അപ്പൊ ഇവരുടെ താളവും ഇവരുടെ സംവിധാനത്തിന് ഒരു വ്യത്യാസം വരും. അപ്പൊ ഇവരെ ഭയപ്പെടുത്തി ഓടിക്കാൻ വേണ്ടി മൃഗത്തിന് ഒരു ചെറിയ വരട്ട് കൊടുക്കുന്ന സാധനമൊക്കെ ചേരുന്ന ഇതിനെല്ലാം ചേർത്ത് കൊണ്ടുവരുന്ന കാടിന്റെയും അവിടുത്തെ ജീവജാലങ്ങളെയൊക്കെ ബന്ധിപ്പിക്കുന്ന അതിന്റെ കാട്ടുമര്യാദകൾ അവർ രൂപപ്പെടുത്തുന്നുണ്ട്. അങ്ങനെയാണ് അതിന്റെ ഒരു സംഗീതത്തിന്റെ സ്വഭാവം മാറും. മനസ്സിലായോ? അപ്പം ഉദാഹരണത്തിന് ഇപ്പം ഈ അങ്ങോട്ട് പെൺകുതിര 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 സാധനം അത് രൂപപ്പെടുത്താൻ ആ പ്രകൃതി മൊത്തം അതിനോട് ചേരുകയാണ്. ആ ഒരു എല്ലാ മനുഷ്യരും അതില് അവരുടെ ആ ഗോത്രങ്ങളെല്ലാം അതിലേക്ക് ഇങ്ങനെ ഒന്നുവരും. വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന ആൾക്ക് പതുക്കെ അപ്പൊ അതിനകത്ത് അവരുടെ മാനസികാവസ്ഥ തന്നെ എല്ലാം മാറി അടുത്ത ഇതിലേക്ക് ഇങ്ങനെ ജീവിതത്തിന്റെ ഇതിലേക്ക് പ്രവേശിക്കാനും കാട് കയറാനും മരം കയറാനും ഒക്കെ ആയിട്ടുള്ള പ്രാപ്തരാകും. നമ്മുടെ വളരെ ദൂരമല്ല, വയനാട് ഭാഗത്തുള്ള കാസർഗോഡ് ഭാഗത്തുള്ള പാട്ടിന്റെ വയനാട് ഭാഗത്തുള്ള പാട്ടാണ്. അപ്പൊ അതിന്റെ ഭാഷയുടെയും അതിന്റെ സ്വഭാവം മാറിയല്ലോ. ട്രൈബൽ അതിന്റെ സ്വഭാവം. അപ്പൊ പാലക്കാടേക്ക് വരുമ്പോൾ അതിന് മാറും. പുറകോട്ട് നാടകത്തിന്റെ ഒക്കെ ഒരു രീതിയാണ്. നാടകം കളിക്കേണ്ടി അത് കർണാടകവും ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ള മാണിക്യ കല്ലിനെ മറക്കണ്ട നീ എന്നെ മറക്കലേ നീ എന്നെ മരിക്കുള്ളോ നോക്കണേ മറക്കലേ നീ എന്നെ മരിക്കുള്ളോ നോക്കണേ മുത്തം തരാൻ പോകേണ്ട മുല്ലപ്പൂവേ വാടല്ലേ മുത്തം തരാൻ പോകേണ്ട മുല്ലപ്പൂവേ വാടല്ലേ മുത്തം തരാൻ പോകേണ്ട മുത്തം തരാൻ പോകേണ്ട മുല്ലപ്പൂവേ വാടല്ലേ അരിമുല്ല പൂമാല അരിമുല്ല പൂമാല അഴകുപോ ചൂടണേ അരിമുല്ല പൂമാല അഴകുപോ ചൂടണേ അരിമുല്ല പൂമാല അഴകുപോ ചൂടണേ പുഞ്ചിരിച്ച നോട്ടവും പുഞ്ചിരിച്ച നോട്ടവും എന്നോടുള്ള കോപവും പുഞ്ചിരിച്ച
എന്നോടുള്ള കോപവും നെഞ്ചകത്തെ നോട്ടവും, എന്നോടുള്ള കോപവും നെഞ്ചകത്തെ നോട്ടവും, അഴകൊത്ത ദേഹവും അഴകൊത്ത ദേഹവും അതിനാലെ മോഹവും, അഴകൊത്ത ദേഹവും അതിനാലെ മോഹവും, എന്നാണു ദൈവമേ എന്നാണു ദൈവമേ കണ്ണിലൊന്നു കാണുന്നേ, എന്നാണു ദൈവമേ കണ്ണിലൊന്നു കാണുന്നേ, എന്നാണു ദൈവമേ കണ്ണിലൊന്നു കാണുന്നേ. അപ്പൊ ഇത് കുറച്ചുകൂടെ ആധുനികമായിട്ടുള്ള ഒരു സംവിധാനമാണ്. പക്ഷെ അതിലും പ്രാചീനമായ പാട്ട് പാരമ്പര്യമുള്ള സ്ഥലമാണ് പാലക്കാടിന്റെ ഭൂമിക എന്ന് പറയുന്നത്. ട്രൈബൽസിന്റെ. അപ്പം നമ്മളിപ്പം കർണാടക ഇതോടെ ചേരുമ്പോൾ ഉണ്ടാകുന്ന അവിടുത്തെ ഒരു നാടക കലാരൂപത്തിന്റെ ഒരു ഭാഗമാണ് ഇത് പൊറാട്ട് നാടകം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അതിൻ്റെ ഒരു താളവും അതിൻ്റെ ആഘോഷവും ഇതൊക്കെ ഓണക്കാലത്തും ഈ കാലത്തും ഒക്കെ അവർ പാടിയും കളിക്കുന്ന ആണും പെണ്ണും ഒക്കെ ചേർന്നിട്ട് തമാശ രൂപത്തിലുമൊക്കെയുള്ള പഴയ റൊമാൻസും ഒക്കെ ചേർത്തിട്ടുള്ള നമ്മുടെ കാക്കാരശ്ശി നാടകത്തിൻ്റെ ഒരു വകഭേദം പോലെ ഒക്കെ നാടക വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ നാടിനും ഒരുതരം സംഗീതമുണ്ട്. എല്ലാ നാട്ടിനും അവരുടേതായ ഒരു സംഗീതവും അവരുടേതായ ചില ആചാരക്രമങ്ങളും, അതിലെല്ലാം ഈ പറയുന്ന നാടൻപാട്ടിൻ്റെ ഒരു താളം അതിനകത്തുണ്ട്. പിന്നെ കുട്ടനാട്ടൊക്കെ വരുമ്പോഴത്തേക്ക് അതിൻ്റെ കുട്ടനാടിൻ്റെ ഒരു ഞാൻ പറഞ്ഞില്ലേ ഭൂമി ശാസ്ത്രമായിട്ടുള്ള പിന്നെ അവിടെ വള്ളംകളിയും കൃഷിയും ഒക്കെ ആയിട്ട് ചേർന്നിട്ട് ഓക്കെ. അപ്പോൾ അവിടെ വള്ളംകളിയുടെ മത്സരം, അതിൻ്റെ താളക്രമം, അതിൻ്റെ സ്പീഡ്, അപ്പോൾ ഇതിനെല്ലാം മാറുമല്ലോ. വള്ളത്തിന് കിളയ്ക്കുന്നതിൻ്റെ താളമല്ല വള്ളത്തിൻ്റെ. അപ്പോൾ അതിന് എനർജറ്റിക് ആയിട്ടുള്ള ശരീരത്തിൽ കൂടുതൽ ഓക്സിജൻ കിട്ടുക എന്നുള്ളതാണ്, ഓക്സിജനും ആവേശവും കിട്ടുക എന്നുള്ളതാണ്. അപ്പം ബോഡിയുടെ എനർജിയെ ഉത്തേജിപ്പിക്കുക എന്ന് പറയുന്ന ഇതാണ്. അപ്പോൾ അതിൻ്റെ ഗതി മാറും. മരം പണ്ട് നമ്മൾ മരം എല്ലാം ഇവിടെ ക്രെയിനിലൊന്നും അല്ലല്ലോ, മനുഷ്യന്മാരും മരം മൊത്തം കഴിവുള്ളവരാണ്. അപ്പോൾ അതിനുവേണ്ടി എടുക്കുന്ന എഫർട്ടും അതിന് വേണ്ടി എടുക്കുന്ന സംഗീതവും പാട്ടുമുണ്ട് അതിൻ്റെ ശബ്ദം ഒരേ താളത്തിൽ സാധനം പൊക്കണം, മനുഷ്യന്മാരുടെ അധ്വാനമാണല്ലോ. അപ്പോൾ അതിൻ്റെ പാട്ട് രീതി വേറെയാണ്. അപ്പോൾ അങ്ങനെ ഓരോ പ്രവൃത്തിയായിട്ട് ബന്ധപ്പെട്ട് കിളയ്ക്കുന്നതിൻ്റെ താളം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് താളം നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടാണ് കോടാലി വെച്ചിട്ട് അതിൻ്റെ ക്രമത്താളത്തിലേ വിറവ് വെട്ടാൻ പറ്റുള്ളൂ. അത് വ്യത്യാസം വന്ന ശരീരത്തിൻ്റെ താളം ഉണ്ട്, ഹൃദയമെടുപ്പിൻ്റെയും രക്തത്തിൻ്റെയും ശ്വസനത്തിൻ്റെയും. അപ്പോൾ ആ താളത്തിലേ കിളയ്ക്കാൻ പറ്റുള്ളൂ, ആ താളത്തിലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ അണച്ചു പോകും. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അതിൻ്റെ സംഗീത സംവിധാനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ കുട്ടനാടിൻ്റെ ഒരു താളം. അതെ. അപ്പോൾ കുട്ടനാടിന് അങ്ങനെ ഒരു താളമുണ്ട്. കുട്ടനാട് പാട്ട് ഇഷ്ടം വരുന്നുണ്ട്. കുട്ടനാടിൻ്റെ ഒരു പാട്ട് കുട്ടനാടിൻ്റെ ഒരു പാട്ടിൻ്റെ ഒരു ഓർമ്മയാണ്. കുട്ടനാടിൻ്റെ പാട്ടൊക്കെ നമ്മുടെ കാവാലൊക്കെ അതിനെ പുതിയ കാലത്തേക്ക് അതിനെ മാറ്റിയിട്ടുണ്ട്. അത് സൂക്ഷിച്ച് താല്പര്യം പുതിയ കാലത്തിനനുസരിച്ച് അതിൻ്റെ കണ്ടന്റുകളെയൊക്കെ ഇത് ചെയ്തിട്ടുണ്ട്. അത് വലിയ കാര്യമാണ്. കാവാലൊക്കെ അവിടുത്തെ ഊർജ്ജമാണ്. നേരം പോയി പൂക്കായി താമറപറ്റി, നേരം പോയി പൂക്കൈ താമറപറ്റി, നേരം പോയി പൂക്കൈ താമറപറ്റി, നേരം പോയി പൂക്കൈ താമറപറ്റി. കുളക്കോയി തത്തിപ്പായുന്നേ, കുളക്കോയി തത്തിപ്പായുന്നേ. ഏനവിടെ ചെന്ന പിന്നെ വെട്ടാക്കുളം വെട്ടിച്ചേ, ഏനവിടെ ചെന്ന പിന്നെ വെട്ടാക്കുളം വെട്ടിച്ചേ, ഏനവിടെ ചെന്ന പിന്നെ കെട്ടാപ്പുര കെട്ടിച്ചേ, ഏനവിടെ ചെന്ന പിന്നെ കെട്ടാപ്പുര കെട്ടിച്ചേ. ഒരു തുണ്ടു കരിക്കും തന്ന് തമ്പ്രാൻ എന്നെ പറ്റിച്ചേ, ഒരു തുണ്ടു കരിക്കും തന്ന് തമ്പ്രാൻ എന്നെ പറ്റിച്ചേ. ഒരു ചിരട്ട കള്ളും തന്ന് കൊല ചെയ്യുന്നേ, ഒരു ചിരട്ട കള്ളും തന്ന് കൊല ചെയ്യുന്നേ. ഒരു കുമ്പിള് കള്ളും തന്ന് കൊല ചെയ്യുന്നേ,
പോയി പൂക്കൈത മറപറ്റി കുന്നങ്കോഴി കുളക്കോഴി തത്തി തത്തി പായുന്നേ കുന്നങ്കോഴി കുളക്കോഴി തത്തി തത്തി പായുന്നേ ഏനവിടെ ചെന്ന പിന്നെ കെട്ടാപ്പുര കെട്ടിച്ചേ ഏനവിടെ ചെന്ന പിന്നെ വെട്ടാക്കുളം വെട്ടിച്ചേ ഒരു കുമ്പിള് കള്ളം തന്ന് കൊല്ല ചെയ്യുന്നേ ഒരു കുമ്പിള് കള്ളം തന്ന് കൊല്ല ചെയ്യുന്നേ ഒരു കുമ്പിള് കള്ളം തന്ന് കൊല്ല ചെയ്യുന്നേ. ഇത് വയനാടിൻ്റെ അല്ല സോറി നമ്മുടെ ആലപ്പുഴയുടെ ഒരു പാട്ട്. ഇടയ്ക്ക് ഇപ്പോൾ പാട്ടുകൾ എൻ്റെ ഓർമ്മപ്പെടുന്ന വരാത്തതുകൊണ്ട് ഞാൻ എനിക്ക് തോന്നുന്നു അതിനകത്തൊരു വല്ലാത്തൊരു സാമൂഹ്യ വിമർശനം അക്കാലത്ത് സാമൂഹ്യ വിമർശനം ഒരു കാലത്തിന്റെ ചരിത്രമല്ലേ അത് അരച്ചു വെച്ചിരിക്കുന്ന പോലെ വരച്ച ചിത്രമല്ലേ അത്. കള്ളൊക്കെ ഒരു കള്ള് കൊടുത്തിട്ട് വേണ്ടാത്ത കിണർ വെട്ടിച്ചു മുറുക്കാൻ മേടിക്കാൻ വിടുകയാണ്. മനസ്സിലായി തമ്പ്രാനെ? അതെ 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 നീ പോയി ഉറക്കാൻ മേടിച്ചിട്ട് വേണം കള്ള് മേടിച്ചിട്ട് വേണം. ഈ രീതിയിലുള്ള കൃത്യമായി വരച്ചു വെച്ചിരിക്കുന്ന ഒരു സാധനം. കുന്നങ്കോഴി കുളക്കോഴി തത്തി തത്തി പായുന്നേ കുന്നങ്കോഴി കുളക്കോഴി തത്തി തത്തി പായുന്നേ നേരം പോയി പൂക്കൈത മറപറ്റി നേരം പോയി പൂക്കൈത മറപറ്റി കുന്നങ്കോഴി കുളക്കോഴി തത്തി തത്തി പായുന്നേ കുന്നങ്കോഴി കുളക്കോഴി തത്തി തത്തി പായുന്നേ. അതൊരു സോഷ്യൽ എന്താ പറയാ ആ കാലഘട്ടത്തെ അങ്ങ് വിമർശിക്കുകയാണ്, പച്ചയ്ക്ക് വിമർശിക്കുക എന്ന് പറയുന്ന പോലെയുള്ളൊരു ആ കാലഘട്ടത്തെ പോലും വിമർശിക്കാൻ വേണ്ടി പോലും അന്നത്തെ നാടൻ പാട്ടുകൾ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പണ്ട് സവിശേഷത. നമ്മള് നാടൻ പാട്ടുകളിൽ പണ്ട് മാടമ്പികളെയൊന്നും വിമർശിക്കാൻ പറ്റില്ലല്ലോ. ഒരു ഇന്ന് തന്നെ നമ്മൾ പോലീസിനെ വിമർശിക്കാൻ പറ്റും, അവന്റെ കഥ എഴുതി അന്നേരം നേർക്കേര് എന്തില്ലെങ്കിൽ അവന്റെ കള്ളക്കേസും 150 കേസ് ഏതെങ്കിലും വഴിക്കൂടെ വരും. ഇപ്പോഴല്ല അങ്ങനെ തന്നെ, എത്ര വലിയ ഡെമോക്രസി എന്ന് പറഞ്ഞത്. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഒന്നും വിമർശിക്കാൻ പറ്റില്ല. അവരുടെ അമർഷം പ്രതിഷേധിക്കുന്നത് പാട്ടിന്റെ വൈറ്റാരികൾക്കിടയിലൂടെയാണ്. മനസ്സിലായില്ലേ? പാട്ട് പാടുമ്പോൾ തമ്പ്രാന്റെ മുമ്പിൽ പാടുന്ന പാട്ടിന്റെ വായ്ത്താരിക്കിടയ്ക്കാണ് തമ്പ്രാനത്തിൽ വിമർശനം കൊടുക്കുക. തന്നാനേ ദാനാദിന തന്നാനം ദാനാ തന്നാനേ ദാനാദിന തന്നാനം ദാനാ ആദിയില്ലല്ലോ അന്തമില്ലല്ലോ അക്കാലം പോയ യുഗത്തിൽ ആദിയില്ലല്ലോ അന്തമില്ലല്ലോ അക്കാലം പോയ യുഗത്തിൽ ഇരുളുമില്ലല്ലോ വെള്ളവുമില്ലല്ലോ അക്കാലം പോയ യുഗത്തിൽ ഇരുളുമില്ലല്ലോ വെള്ളവുമില്ലല്ലോ അക്കാലം പോയ യുഗത്തിൽ തന്നാനേ ദാനാദിന തന്നാനം ദാനാ തന്നാനേ ദാനാദിന തന്നാനം ദാനാ. ഈ തന്നാനേ ദാനാ പറയുമ്പോ ഇതിനിടയ്ക്കൂടെ തന്നാനേ ദാനാ അതിന്റെ തന്താനേ നന്ദയ്ക്കും നന്ദയുടെ നന്ദയ്ക്കും ഒക്കെ ഇതിലൂടെ അവർ സ്വയം പറഞ്ഞും വിളിച്ചും ഒക്കെയാണ് അന്ന് അവർക്ക് ആശ്വാസം കൊണ്ടുവരുന്നത്. മനസ്സിലായി? ഇത് ഞാൻ കേട്ടിട്ടുണ്ട്. വളരെ പഴയ മനുഷ്യരിൽ നിന്ന് ഞാൻ കേട്ടിട്ടുള്ള അവർ പറഞ്ഞത് എനിക്ക് കേട്ടിട്ടുള്ള. കാരണം അവർക്ക് വേറെ നിർവാഹമില്ല. അപ്പൊ ഈ പാട്ട് പാടുമ്പം ഇത് ചെയ്യുമ്പോൾ അതിനിടയിലൂടെ ഇവരിങ്ങനെ പറഞ്ഞിട്ട് ഇവരൊന്നി സ്വകാര്യമായിട്ട് അത് ആ തെറി അതിലൂടെ വരിച്ച് അടുത്ത് നിൽക്കുന്ന തമ്പ്രാട്ടി അവൻ്റെ പ്രതിഷേധം അറിയിക്കുക, ശക്തമായ വിടുപടിക്കാരൊക്കെ തെറി വിളിക്കുകയൊക്കെ ചെയ്യാൻ വൈത്താരികൾ ഉപയോഗിക്കാറുണ്ട്. വൈത്താരിക്ക് അങ്ങനെ ഒരു അർത്ഥം കൂടി പ്രത്യേകത കൊണ്ടുണ്ട്. അതിനാണ് അത് വൈത്താരി കൃത്യമായിട്ട് അദ്ദേഹം ഒപ്പിച്ചു വെച്ചത്. അന്തയ്ക്ക് വിളിക്കാന്നുള്ളത് അതുകൊള്ളാം. അതൊരു ആ രീതിയിലുള്ളൊരു വേറെ മാറുമില്ല. പിന്നെ പണ്ട് നമ്മൾ ശരിക്കും പ്രതിഷേധിച്ചിരുന്നത് ഈ നമ്മൾ ഇന്ന് ചില അന്ധവിശ്വാസങ്ങളെടുത്ത് നമ്മൾ പറയാറുണ്ട്. പണ്ട് ഈ ഇവരെങ്ങനെയാണ് ഇവരെ ഇത് ചെയ്യുന്നത് വെച്ചാൽ ഈ മാടമ്പികൾ വീട്ടുകളിലേക്ക് വരുമ്പോൾ പ്രതിഷേധിക്കാൻ പാടില്ല. ചില ആളുകളിൽ പ്രതിഷേധമുണ്ട്. അപ്പോൾ ആ പ്രതിഷേധം എങ്ങനെയാണ് അവർ ഇത് വെച്ചാൽ ഒടിയനെയൊക്കെ ഉണ്ടാക്കുന്നത് ഈ കുക്കിങ്ങിനെ കരിച്ച മാംസം മരിച്ച ചാപിള്ളയെ കത്തിച്ചിട്ട് അതിൻ്റെ ഭസ്മം എടുത്തിട്ട് ദേഹത്ത് കോലമൊക്കെ വരച്ചിട്ട് രാത്രി കുറ്റിക്കാട്ടിൽ ഒളിച്ചിരിക്കും. അപ്പോൾ ഇവർ ചൂട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ 5-6 എണ്ണം വരുമല്ലോ.
അതെ അതെ കുടിലേക്ക് വരുമല്ലോ. ഈ സമയത്ത് ഇവർ വീശി വലിയ കഥയൊക്കെ പറഞ്ഞാണല്ലോ വരുന്നത്. അപ്പോൾ ഒരെണ്ണം അങ്ങോട്ടും ഒരെണ്ണം ഇങ്ങനെയാണല്ലോ വരുന്നത്. അപ്പോൾ ഇവർ വട്ടം നിന്നിട്ട് കുട്ടിക്കാട്ടി ഇവർ ഈ ചൂട്ട് കറ്റെടുത്ത് വരുമ്പോഴത്തേക്ക് ഇവർ ചാടി എഴുന്നേക്കും. ഈ ചാടി നിൽക്കുമ്പോൾ കറുത്ത് ദേഹം മൊത്തം കരിയും. ഈ വരയാണല്ലോ, കോലമാണല്ലോ. അപ്പം ഇത് മാത്രമായിരിക്കും തിളങ്ങുന്നത്. ഏതാ ഈ ഭസ്മം മാത്രം ഭസ്മം. അപ്പോൾ കോലമാണ്, മനസ്സിലായില്ലേ? അപ്പം ഇങ്ങനെയാണ് ഇവരെ ഓടിക്കുന്നത്. അവർ പേടിച്ചു പോകും. ഇത് ഒരു മനുഷ്യനെ കാണാനില്ല, ഈ കോലം വര മാത്രമേ തിളങ്ങുന്നത്. അക്കാലത്ത് സയൻസ് ഒന്നുമില്ല, ഒരു അല്ല കണ്ടുപിടിക്കാൻ എത്തും പിടിയില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ് ആ സംവിധാനങ്ങളെ ഓടിക്കുന്നത്. അതേപോലെ പണ്ട് അപ്പോൾ ആ വരി ആ ഏരിയ തിരിച്ചു പിടിക്കും. ആ ഭാഗത്തോട്ട് പിന്നെ വരത്തില്ല, പോകാതിരിക്കാം, വേറെ വഴി പിടിക്കും. അപ്പോൾ പിന്നെ ആ വഴി പിടിക്കുമ്പോൾ തെങ്ങിൻ്റെ മണ്ടയ്ക്ക് പണ്ട് ചുരയ്ക്കാന്ന് പറയുന്ന സാധനമാണ്, വലിയ ചുരയ്ക്ക ഒരു സൈഡ് ചെറിയ കിഴുത്തിയും വലിയ കിഴുത്തിയും വെച്ച് തെങ്ങിൻ്റെ മണ്ടയ്ക്ക് കയറ്റിക്കും. അപ്പം രാത്രിയിലെ കാറ്റിൻ്റെ ദിശ അനുസരിച്ച് വലിയ കാറ്റ് കയറി ചെറുതിലൂടെ വരും. അപ്പോൾ ഇതിനകത്തൊരു സൗണ്ട് എന്ന് വെച്ചാൽ ഇത് മരണ സൗണ്ടാണ്. ഇത് എത്തും പിടിയും കിടന്നില്ല, എവിടുന്ന ഈ സൗണ്ട് വരുന്ന അറിയാൻ പറ്റത്തില്ല. ഈ കാറ്റ് അകത്ത് വലിയ ഇതിലൂടെ കയറി ചെറിയ ഇതിലൂടെ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് മരണം നഞ്ചം കിഴിഞ്ഞിറങ്ങുന്ന ശബ്ദമായിരിക്കും. പിന്നെ ഇത് എവിടുന്ന് വരുന്ന ഒരു തെങ്ങിൻ്റെ മണ്ടയ്ക്ക് കയറ്റി വെക്കും, മനസ്സിലായോ? അപ്പം ആ ഏരിയയിൽ അവർക്ക് അത്തരം കാര്യങ്ങൾ പേടിയാണ്. വല്ലാത്ത വെട്ടാനും കുത്താനൊക്കെ ആളുകളുണ്ടല്ലോ, സംഘങ്ങളുണ്ട്. പക്ഷേ ഈ ഇത്തരം അറുകല യക്ഷി മാടനൊക്കെ പറയുന്ന വിചിത്രമായ സാധനങ്ങളെ പേടിയാണ്, മനസ്സിലായില്ലേ? അതിനെ കണ്ടുപിടിക്കുന്നത്. അപ്പൊ അത്തരം സാധനങ്ങളൊക്കെയാണ് നമ്മൾ പണ്ട് നമ്മുടെ ആളുകൾ സത്യത്തിൽ ഇതിനെ പ്രതിരോധിക്കാനും ഒക്കെ ആയിട്ട് ഉപയോഗിച്ചിരുന്നത്, മനസ്സിലായില്ലേ? ഒരുപാട് സംവിധാനങ്ങളുണ്ട്, ഒരുപാട് രാത്രി കയറൊക്കെ ഇട്ടിട്ട് ഈ ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് ആട്ടുക, തീ എത്തിച്ചിട്ട് അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് സംഭവങ്ങൾ കാണിച്ചിട്ടാണ് ഒരു കാലത്ത് ആളുകൾ സെക്രട്ടേറിയറ്റ് പോയി സമരം ചെയ്യാനൊന്നും പറ്റത്തില്ല. അന്ന് വേറെ മാർഗമില്ല. അപ്പോൾ ഓരോ ഗോത്രങ്ങൾ ഓരോ പ്രദേശത്ത് അവരെ അതിജീവിച്ചിട്ടുള്ളത് അങ്ങനെയാണ്. ഈ മാടമ്പിത്തത്തെ ചെറുക്കാൻ വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരുന്നത്.